ഒരിക്കൽ കഴിച്ചാൽ പിന്നെ ഒരിക്കലും നിങ്ങളിതിൻ്റെ രുചി മറക്കൂല എന്ന് മാത്രമല്ല പിന്നെയും പിന്നെ ഉണ്ടാക്കാൻ തോന്നും കേട്ടോ. അത്രയും ടേസ്റ്റുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കണം. അപ്പോൾ വിരുന്നേരൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ഗ്ലാസ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു 1.5 ഗ്ലാസ്സിനടുത്ത് പാലുണ്ടാവും. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് മീൻസ് 1 ഗ്ലാസ് പറഞ്ഞാൽ ചിലയിടത്ത് ചെറിയ ഗ്ലാസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വലിയ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ 1 ഗ്ലാസ് പാല് മാത്രം മതിയാവും. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് തന്നെ അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് അതേപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നന്നായി കുറുകി വരും. അപ്പോൾ നല്ല തിക്കായിട്ടാണെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മളത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി നമുക്കിതാ ഇതുപോലെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല സ്റ്റിഫാകും. എത്ര സ്റ്റിഫാകാൻ പറ്റും അത്രയും സ്റ്റിഫായിട്ട് നമ്മളത് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് ആൽമണ്ട് വേണം. അത് നമുക്കിതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റർഡിൻ്റെ ക്രീം ഇതാ ഇതുപോലെയാണ്. എൻ്റെ ക്രീം കുറച്ച് ലൂസായിരുന്നു. നിങ്ങളുടെ ക്രീം അത്യാവശ്യം കട്ടിയിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ അളവിലെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കട്ടിയിൽ തന്നെ കിട്ടും. നമ്മൾ ഇതിൽ കുറച്ച് പാല് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിയാവൽ കുറച്ച് കുറവായിരുന്നു കേട്ടോ. ഇനി നമുക്കിതാ ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു ക്രീമും വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതാ ഇതേപോലെ ഉണ്ടാവും. ഇതിങ്ങനെ കോരി കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇനി കുറച്ച് കൂടിയാലും അതായത് നമ്മുടെ പാലിൻ്റെ കൺസിസ്റ്റൻസി കൂടി ഇത് നല്ല ലൂസ് ആയാലും ഒരു പ്രശ്നമില്ല. ഫ്രീസറിൽ വെച്ച് കട്ടയൊക്കെ കറക്റ്റ് നമ്മൾ ഐസ്ക്രീമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റുള്ള ഐസ്ക്രീം പോലെ നമുക്കിത് കഴിക്കാൻ പറ്റും. ഇനി അതല്ല പുഡിംഗ് ആയിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് ഉണ്ടാക്കുക നമ്മുടെ ആ ഒരു കസ്റ്റർഡ് ക്രീം. എന്നിട്ട് ഇതാണ് നമ്മൾ വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്തെടുക്കാൻ. എന്നിട്ട് കുറച്ച് ആൽമണ്ട് ഇതാ ഇതേപോലെ മുകളിൽ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഒരു ലെയർ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആൽമണ്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും അടുത്ത ലെയർ സെറ്റ് ചെയ്ത ശേഷം ജസ്റ്റ് സ്പൂൺ വെച്ച് ഒന്ന് അങ്ങ് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് വീണ്ടും കുറച്ചും കൂടി നമ്മൾ ആൽമണ്ട് നുറുക്കിയതുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്താൽ സംഗതി സെറ്റാണ് കേട്ടോ. ബദാമിൻ്റെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് എടുക്കാം, ഏതും എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിത് നല്ലോണം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യുക. ഒരു 2-3 മണിക്കൂറൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ക്രീമി ആയിട്ട് നമുക്കിത് കിട്ടും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പുഡിംഗ് ആയിട്ട് ഇങ്ങനെയും കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെച്ചാൽ ഫ്രീസറിൽ വെച്ചാൽ നല്ല ഐസ്ക്രീം ആയിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ.